ഹായ് ഹലോ വെൽക്കം ടു ദ ഗാലറി ഓഫ് റോവിറ്റ. ഇന്നും വെറും സ്ഥലപ്പേര് മാത്രം കേട്ടുകൊണ്ടുള്ള ഒരു യാത്രയാണ്. ഞങ്ങൾ 2 കസിൻസിനെ വെയിറ്റ് ചെയ്യുകയാണ്. അവരാണ് ഈ സ്ഥലം കണ്ടുപിടിച്ചത്. എന്നാൽ കൂടെ പോയേക്കാം. 2 മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് കിടക്കുന്ന നമ്മുടെ പറക്കും തിളകിയായ സിവിച്ചിന് റെസ്റ്റ് കൊടുത്ത് ഈ ജർമ്മൻ പടക്കുതിരയാണ് ഇന്നത്തെ യാത്ര. ലണ്ടനിൽ നിന്ന് ഏകദേശം 3.5 മണിക്കൂറോളം യാത്രയുണ്ട് ഈ സ്ഥലത്തേക്ക്. ഇംഗ്ലണ്ടിലെ ഗ്ലോസ്റ്റർഷറിലുള്ള 2 ലൊക്കേഷനുകൾ കാണാനാണ് പോകുന്നത്. ഒന്ന് പെരിഗ്രോ റെയിൽവേ, അത് ഒരു ചെറിയ റെയിൽ റൈഡാണ്. കൽക്കരി കൊണ്ടൊക്കെ പ്രവർത്തിക്കുന്ന കുഞ്ഞൻ ട്രെയിൻ യാത്ര. 2 ഇവിടെ നിന്ന് ഒരു 1-2 മിനിറ്റ് അപ്പുറമുള്ള വേറൊരു കാഴ്ച. അത് ഒരു 1.5 കാഴ്ചയാണ്. ഇവിടുത്തെ കഥ പറഞ്ഞ ശേഷം നമുക്ക് അങ്ങോട്ട് പോകാം. ഒരു കഫയോടുകൂടി ചേർന്ന് വരുന്ന ഒരു ചെറിയ ലൊക്കേഷനാണത്. പക്ഷേ കുട്ടികൾക്കും നമ്മളെപ്പോലെയുള്ള ചെറിയ ചെറിയ യങ്ങന്മാർക്കും പറ്റിയ ഒരു നല്ല ലൊക്കേഷൻ. ഇതാണ് ആ ട്രെയിൻ. എൻജിൻ പ്രിപ്പയർ ചെയ്യുകയാണ്. ഇതിൽ കൽക്കരി നിറച്ച് അത് വെച്ചാണ് ഈ ട്രെയിൻ പ്രവർത്തിപ്പിക്കുന്നത്. ഇതിലൂടെയെല്ലാം കടന്നു പോയപ്പോൾ പണ്ട് എറണാകുളത്തെ സുഭാഷ് പാർക്കിനടുത്തുള്ള ടോയ് റെയിൽ റൈഡ് പോലത്തെ ഒരു അനുഭവമായിരുന്നു. യാത്രക്ക് വേണ്ടി വണ്ടി റെഡിയായി. എനിക്ക് വേണ്ടി അൻറ്റൂസ് വണ്ടിയുടെ വാതിൽ തുറന്നു. ഞങ്ങളിനി ചെറിയൊരു റൈഡ് അടിച്ചിട്ട് വരാം. ഇതാണ് മോട്ടർമാൻ. 25 മിനിറ്റോളം യാത്രയുള്ള ഈ റൈഡ് ഏതോ ഒരു മൂലക്കെത്തിയിട്ട് അതിൻ്റെ എൻജിൻ നേരെ പുറകോട്ട് പോകുന്നു. പിന്നെ യാത്ര നേരെ പുറകോട്ട്. വളരെ പതിയെ പോകുന്ന ഈ സർവീസിന് ചുറ്റും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും വേണ്ടി ഗ്രൗണ്ടുകളും കളിയിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ യാത്രയ്ക്ക് ശേഷം അടുത്ത റൈഡിലേക്കുള്ള പ്രിപ്പറേഷനാണ്. കയ്യിലൊരു ഐസ്ക്രീമും പിടിച്ച് ഞാനും അൻറ്റൂസും ഞങ്ങളുടെ കസിൻസും കൂടി അടുത്ത ലൊക്കേഷനിലേക്കുള്ള യാത്രയാണ്. ഹാരി പോട്ടറും സ്റ്റാർ വാർസും തുടങ്ങി അനവധി സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു കിടുക്കൻ ലൊക്കേഷൻ. അതെ, ദ ഫോറസ്റ്റ് ഓഫ് ഡീനിലെ പസിൽവുഡ്. എൻട്രി പാസ് എടുത്ത് കയറുമ്പോൾ തന്നെ ചെറിയൊരു ഫാമാണ്. അവിടെ സിൽക്കി കോഴികളും പോണി എന്നറിയപ്പെടുന്ന ചെറിയ കുഞ്ഞൻ കുതിരകളും താറാവ് അങ്ങനെ പല പല മൃഗങ്ങളോട് കൂടിയ ഒരു ചെറിയ ഫാം. എന്തോ മൃഗങ്ങളോട് ഒരു പ്രത്യേക അടുപ്പമുണ്ട് അൻറ്റൂസിന്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഒരു ഡിസ്റ്റൻസ് ഇട്ടേ ഞാൻ നിൽക്കാറുള്ളൂ. ഫോറസ്റ്റിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ ഫൺ ടൈമായിട്ട് ഇതിനെ വേണേൽ കാണാം. ഇതിലൂടെയാണ് പസിൽവുഡിലേക്കുള്ള വഴി. ഇപ്പോൾ കൈ നീട്ടും. നീട്ടി ഓടിപ്പോയി കൈ പിടിക്കാം. എപ്പോഴൊക്കെയോ കിട്ടിയ ഒരു വെറൈറ്റി ശീലം. കണ്ണുകളിൽ പതിയുന്നത് ക്യാമറയിൽ കിട്ടുന്നില്ലല്ലോ എന്ന വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. മഞ്ഞുമല ബോയ്സിന് വേണ്ടി സെറ്റിട്ട ഗുണാക്കേവിൻ്റെ ഒരു എക്സ്റ്റൻഡർ വേർഷൻ. ഫോറസ്റ്റ് ഓഫ് ഡീനിലെ 14 ഏക്കറുകളോളം പരന്നു കിടക്കുന്ന ഒരു മാജിക്കൽ ഫോറസ്റ്റ്. അതാണ് പസിൽവുഡ്. കുന്നും മലകളും എന്നും ഞങ്ങൾക്കൊരു ഹരമാണ്. അതുകൊണ്ട് ഒരു പാറ കണ്ടപ്പോൾ ഇതാ അൻറ്റൂസ് ചാടിക്കയറുന്നു. എതിലേക്കൂടെ നടക്കണമെന്ന് വ്യക്തമായി ഒരു വഴി തന്നെ അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതിലൂടെ പാറ ഇടുക്കുകളിലൂടെ ഞങ്ങൾ മെല്ലെ മുന്നോട്ട് നടന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, 14 ഏക്കറുകളോളം ഉണ്ട് ഈ സ്ഥലം. എന്നിട്ട് പോലും അവിടെ CCTVയോ നമ്മളെ നിയന്ത്രിക്കാൻ ആളുകളോ വേസ്റ്റ് പറക്കാൻ സ്റ്റാഫുകളോ ഇല്ല. വൈകിട്ട് 6 മണിയാകുമ്പോഴേക്കും ഇത് ക്ലോസ് ചെയ്യും. അതിനു മുമ്പേ തന്നെ ഒരുപക്ഷെ ആളുകൾ അവിടെ നിന്ന് ഇറങ്ങുമായിരിക്കും, അല്ലെങ്കിൽ ഇറക്കുമായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ 14 ഏക്കറുകളോളം ഉണ്ട് ഈ സ്ഥലം. അവിടെ നമ്മളെ നിയന്ത്രിക്കാൻ ഒരു സ്റ്റാഫിനെ പോലും ഞാൻ കണ്ടില്ല.
അനാവശ്യമായി വലിച്ച് എറിഞ്ഞിരിക്കുന്ന ഒരു കുപ്പിയോ പ്ലാസ്റ്റിക് കവറോ എന്തിനൊരു മിഠായി കവർ പോലും ഞാൻ കണ്ടില്ല. ഞാൻ കണ്ട കാഴ്ചകളിൽ 10% പോലും ഈ വീഡിയോയിൽ പകർത്തിയിട്ടില്ല. കാരണം ആദ്യമൊക്കെ വളരെ ഹരമായിരുന്നു ഓരോ കാഴ്ചകൾ കാണാനും പകർത്താനും. പയ്യെ ഈ സ്ഥലത്തിൻ്റെ പേര് പോലെ ആ പസിൽ ആരംഭിച്ചു. അതെ, തിരിച്ചു പോകാനുള്ള വഴി അറിയില്ല. കണ്ടവരെ തന്നെ പിന്നെയും കാണാൻ തുടങ്ങി. മുന്നിലൂടെ കടന്നുപോയവർ തിരിച്ചും മറിച്ചും നടക്കാൻ തുടങ്ങി. അങ്ങനെ പുറത്തേക്കുള്ള വഴി നോക്കി ഞാനും അൻറ്റൂസും ഒരു ചുരുളിയിൽപ്പെട്ട കണക്കെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ഒടുവിൽ എങ്ങനെയൊക്കെയോ എക്സിറ്റ് കണ്ടുപിടിച്ച ഞങ്ങൾ സന്തോഷസൂചകമായി അവിടുത്തെ കഴുതകൾക്ക് പുല്ല് കൊടുത്തേക്കാമെന്ന് ഓർത്തു. തികച്ചും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ യാത്ര. ഒരു ഡേ ട്രിപ്പിനെല്ലാം പോയി വരാൻ പറ്റിയ നല്ല ഒരു സ്ഥലം. പതിവ് പോലെ ഈ യാത്രയുടെ ഓർമ്മയും ആ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ ഇനി തിരിച്ചു പോട്ടെ.